കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഇത്. ബിഗ് ബോസ് ഫിനാലയിലെ ലാസ്റ്റ് ഭാഗമാണ്. ഇന്നാണെങ്കിൽ ട്രോഫി ആരുടെ കയ്യിലിരിക്കുമെന്ന് അറിയാവുന്ന എപ്പിസോഡാണ് ഇന്നത്തെ. അപ്പോൾ അങ്ങനെ ജിൻഡോയും അർജുനും മാത്രമാണ് ലാലേട്ടൻ്റെ ഒപ്പം നിൽക്കുന്നത്. അപ്പം അവരുടെ കൂടെ ഇരുന്ന് പല കാര്യങ്ങളും കഴിഞ്ഞ ബിഗ് ബോസ് വീട്ടിനകത്തെ കുറച്ച് ഓർമ്മിക്കാൻ പറ്റുന്ന ചില മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇവർ രണ്ടുപേരെയും ആദ്യം തൊട്ട് ലാസ്റ്റ് വരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം കാണിച്ചു കഴിഞ്ഞു രണ്ടുപേരുടേതും. അങ്ങനെ രണ്ടുപേരും രണ്ട് സൈഡിലിരിക്കുന്നു. ലാലേട്ടൻ ആ സോഫയിലിരിക്കുന്നു. ഇവർ രണ്ടുപേരും ഈ ജിൻഡോയും അർജുനും വളരെ ആകാംക്ഷയായിട്ടിരിക്കുകയാണ്. എന്നാലും ജിൻഡോയ്ക്കൊരു 80% ജിൻഡോയ്ക്ക് തന്നെ കപ്പ് കിട്ടുമെന്നറിയാം. 20% ഉള്ളൂ ഡൗട്ട്. ഇവിടെ തിരിച്ച് അർജുന്, എൻ്റെ ഒരു ഇതാണ്, എൻ്റെ കാഴ്ചപ്പാടാണ്, അർജുനാണെങ്കിൽ 80% കിട്ടത്തില്ലെന്നറിയാം. 20% അഥവാ കിട്ടിയെങ്കിലോ, കിട്ടത്തില്ലെന്നാൽ ഫസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ അർജുൻ ഫസ്റ്റ് റണ്ണറപ്പ് എന്തായാലും തീർച്ചയായിട്ടും ആകും, അതിന് സംശയമില്ല. ആകുമെന്നുള്ളത് ഇപ്പം ജിൻഡോയ്ക്ക് ഫസ്റ്റ് കിട്ടുവാണെങ്കിൽ എന്തായാലും അർജുന് ഫസ്റ്റ് റണ്ണറപ്പ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ ഇരുന്ന് ചില അസുലഭ മുഹൂർത്തങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞ് കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഈ നേരത്തെ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരു ഗ്ലാസ് ഡോറുണ്ട്. അവിടെ ആണെങ്കിൽ ഈ ലാലേട്ടനാണെന്നാണ് നമ്മൾക്ക് തോന്നുന്ന കാര്യം. ലാലേട്ടനെ പോലെ തന്നെ ഒരു ആൾ വന്നിട്ട്, അതായത് ബിഗ് ബോസിലെ CID രാംദാസ് എന്നും പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആൾ വരും. അപ്പം നമ്മളാണെങ്കിൽ അതുവരെ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ലാലേട്ടനാണ് ഈ തൊപ്പിയും ഈ ഗൗണൊക്കെ ഇട്ട് തൊപ്പിയായിട്ട് വെച്ചിട്ടൊക്കെ വരുന്നത്. ഇവരെ ചില സമയത്ത് വാണിംഗ് കൊടുക്കാനൊക്കെ വരും. അപ്പം നമ്മൾ വിചാരിച്ചത് ലാലേട്ടനായിരിക്കാമെന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ലാലേട്ടൻ ഇവിടെ ഇവരുടെ കൂടെ ഇവിടെ ഇരിക്കുന്നു. ഈ ആൾ വന്നു ടിങ് ടീന്ന് ആൾ വരുമ്പോൾ ഒരു സൗണ്ട് വയ്ക്കും, അതേ സൗണ്ടിൽ വന്നു. അപ്പോഴത്തേക്കിന് ഇവർ 3 പേരും ലാലേട്ടനും അവരെ വിഷ് ചെയ്ത് CID രാംദാസ് എന്താ വിശേഷമെന്ന്. അപ്പോൾ ഈ CID രാംദാസ് ഇവിടെ ലാലേട്ടൻ ഇരിക്കുന്നു. അവിടെ വന്നിട്ട് ഈ CID രാംദാസ് ലാലേട്ടനെ പോലെ തന്നെ ആ ഗൗണിട്ട് ആ ക്യാപ്പ്, ഒരു പുള്ളിയുടെ ഡ്രസ് കോഡേ അതാ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നവരോടിങ്ങനെ ലാസ്റ്റിൽ വരുക. അപ്പോഴാണ് നമ്മൾക്ക് ഇത് ലാലേട്ടനല്ല ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ആൾ വേറൊരാളാണെന്ന്. നമുക്കാണെങ്കിൽ സത്യത്തിൽ ആ സൗണ്ടും ആ പിന്നെ ബോഡി ഷേപ്പും എല്ലാം വന്നിട്ട് ആ ഒരു എന്താ പറയുന്നത്, ഓരോ പോയിന്റും വന്നിട്ട് ലാലേട്ടൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ലാലേട്ടനാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ തന്നെ തോന്നും. ആ CID രാംദാസിനെ കണ്ടാൽ അത്ഭുതം തോന്നിപ്പോയി കേട്ടോ. ഇവിടെ വന്ന് ലാലേട്ടൻ ഇരിക്കുന്നു, പുള്ളി പക്ഷേ അവിടെ വന്നു. അപ്പോൾ അത് വേറെ ആരോ ആയിരുന്നെന്നാണ് നമുക്ക് ഇപ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ലാലേട്ടനെ പോലെ തന്നെയുള്ള എത്രയോ പേര് അങ്ങനെ അല്ലേ, അതേപോലെ വരുന്നവർ എത്ര പേരുണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ തോളിൽ ഒരു ചെറിയൊരു കൂന് പോലെ, ഒരു കൂന് മീൻസ് ഒരു ഇച്ചിരി ഒരു ചരിവുണ്ടല്ലോ. കൂനെന്ന് ഞാൻ ഉദ്ദേശിച്ച ചരിവിനെയാണ്. അപ്പം അതുവരെ ഉള്ളൊരു CID രാംദാസ് ഈ ലാലേട്ടനെ പോലെ തന്നെ ഉള്ള. അപ്പം അങ്ങനെ പുള്ളി ഇങ്ങനെ 1-2 കാര്യം മാത്രം സംസാരിച്ചു. അപ്പോൾ നമുക്കത് ഉറപ്പായി ലാലേട്ടനല്ല ആളെന്നുള്ളത്. അതും നമുക്ക് ക്ലിയറായി. ഫൈനൽ ഡേയിൽ അതും നമ്മളെ ക്ലിയറാക്കി തന്നു. ആ സൗണ്ടും ആ ലാലേട്ടൻ്റെ ആ താടിയും ആ ഒരു അത് രണ്ടുപേരും കൂടെ നിന്നാൽ ഇരട്ടകൾ പോലും ഇതുപോലെ ആവത്തില്ല. അതേമാതിരി രസമുണ്ടായിരുന്നു. പിന്നെ വിഷ് ചെയ്തിട്ട് പോയി, നമുക്കിനി കാണുമെന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞു. ഓക്കെ പറഞ്ഞിട്ട് പോയി. അതിനുശേഷം പിന്നെ ആണെങ്കിൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഊഴമാണ്. ബിഗ് ബോസ് ആണെങ്കിൽ പിന്നെ ഈ എപ്പിസോഡിലെ അവസാനമായിട്ട് ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അത് പറഞ്ഞ് ബിഗ് ബോസ് നിർത്തുന്നുണ്ട്. അപ്പോൾ അതാണെങ്കിൽ ആദ്യം തൊട്ട് ഇത്ര പേര് വന്നെന്നും പിന്നെ അതിൻ്റെ ശേഷം ഒരു 6 പേര് പിന്നെ എക്സ്ട്രാ വന്നിരുന്നില്ല. ആ കാര്യങ്ങളും പിന്നെ അവിടെ പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും മുഹൂർത്തങ്ങളും പിന്നെ ഇവരോടായിട്ട് എല്ലാവരോടുമായിട്ടും പിന്നെ ജിൻഡോയോടും അർജുനോടും ഒക്കെ ആയിട്ട് പറയുന്നു. ഇനി ഈ ശബ്ദം ബിഗ് ബോസിൻ്റെ ആ ഒരു എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദം ഇവിടെ നിൽക്കുവാണെന്നുള്ള കാര്യം. നിൽക്കുക മീൻസ് ഈ പറഞ്ഞു തീർക്കുക ഇന്ന്. അപ്പം അങ്ങനത്തെ ഒരു ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു എല്ലാവർക്കും മുഖത്ത് വല്ലാത്തൊരു ഇത് ബിഗ് ബോസ് അത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ തന്നെ, അതായത് ഈ കണ്ടസ്റ്റൻസിനൊക്കെ, അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അർജുനെയും ജിൻഡോയാണ്.
അപ്പോൾ അവർ തന്നെ വല്ലാതായി എഴുന്നേറ്റ് നിന്ന് കൈയൊക്കെ കൂപ്പി ജിൻഡോയും അർജുനൊക്കെ. ലാലേട്ടനാണെങ്കിൽ താങ്ക്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ബിഗ് ബോസിൻ്റെ ഊഴവും അവിടെ കഴിഞ്ഞു. ബിഗ് ബോസ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഇപ്പോൾ ഇതോടെ ഈ പ്രാവശ്യത്തെ ഇത് നിർത്തി. ലാലേട്ടൻ എഴുന്നേറ്റു, രണ്ടുപേരും രണ്ട് സൈഡിൽ എഴുന്നേറ്റു, അർജുനും ജിൻഡോയും. പിന്നെ ലാലേട്ടനാണെങ്കിൽ പറഞ്ഞു, ഈ വീടിൻ്റെ ഓർമ്മകൾ എത്ര സുന്ദര മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ച വീട്. അപ്പോൾ ഇന്ന് ഈ വീടിനോട് വിട പറയാണ്. എത്ര ഇമോഷണൽ, എത്ര സങ്കടങ്ങൾ, എത്ര സന്തോഷങ്ങളൊക്കെ തന്നാണെന്നൊക്കെ പറഞ്ഞു. അവരുടെ മുഖമൊക്കെ വല്ലാതായി. ശരി, നമ്മൾക്ക് എന്നാൽ പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് സൈഡിൽ ലാലേട്ടനായിട്ട് അപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട്, ആ സ്റ്റേജിലേക്ക് വരുന്നു. അങ്ങനെ ലാലേട്ടനും ഒരു സൈഡിൽ ജിൻഡോയും മറു സൈഡിൽ അർജുനുമായിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേന് അവരുടെ ആ ഒരു പാട്ടുണ്ടല്ലോ ബിഗ് ബോസിൻ്റെ ലോകത്തിൻ ഗതിയറിയാതെ എന്നുള്ളൊരു ആ പാട്ടിങ്ങനെ ട്യൂണിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ നടന്ന് മൂന്ന് പേരും കൂടെ വരുമ്പോൾ നല്ലൊരു ഫീലിങ്സ് നമുക്ക് അത് കാണുന്നതും ഈ പാട്ട് കേൾക്കുമ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ആണെങ്കിൽ അവർ വന്ന് സ്റ്റേജിൽ നിൽക്കുന്നു. പിന്നെ ആണെങ്കിൽ ലാലേട്ടനെ പറയുന്നു വന്നിട്ട് ഇതുവരെ ഈ ബിഗ് ബോസിൻ്റെ ഇപ്പം ഇത് 6ാം സീസണാണല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ 5 സീസണേക്കാട്ടിലും ഒരുപാട് വോട്ടുകൾ കിട്ടി. 1,55,00,000 വോട്ടുകൾ കിട്ടിയ ഒരു സീസണാണ്. കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണാണ് കൂടുതൽ പ്രേക്ഷകർ വന്നിട്ട് വോട്ട് കൊടുത്തതും കൂടുതൽ പ്രേക്ഷകർ കണ്ടതുമെല്ലാം ഈ സീസണാണെന്ന് പറയുന്നുണ്ട്. ലാലേട്ടനാണെങ്കിൽ വിളിക്കുന്ന ഏഷ്യാനെറ്റിൻ്റെ ബിസിനസ് ഹെഡായ കിഷൻ കുമാർ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് അവരെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. പിന്നെ അവർ വന്നിട്ട് സംസാരിക്കണം. അപ്പോൾ അവർ വന്നു സംസാരിക്കുന്നു, ഇവരെ ഈ ജിൻഡോയെ അർജുനെ. പിന്നെ എല്ലാവർക്കും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ലാലേട്ടനും ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും പ്രേക്ഷക ലക്ഷങ്ങൾക്കുമെല്ലാം താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അവർ വന്നിട്ട് പിന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആളെ വിളിക്കുന്നുണ്ട്. ഒരു 16 വർഷമായിട്ട് ഏഷ്യാനെറ്റുമായിട്ട് യോജിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ നിരവധി പ്രോജക്റ്റുകളൊക്കെ. അപ്പം അതിലിപ്പോൾ ഒരു 6 വർഷമായിട്ടാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ ഇതിൽ. അപ്പം അതിൽ അവർ ആദ്യ സമയങ്ങളിലൊക്കെ 50 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റാണ് ഓഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം 50 ലക്ഷം രൂപ അവർ ക്യാഷായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കാര്യം പറയുന്നുണ്ട്. ഫ്ലാറ്റല്ല, ക്യാഷാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ എന്താ തരത്തിൽ ഈ മാറ്റങ്ങളൊക്കെ അത് ഓരോരോ കാലഘട്ടത്തിൽ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അതിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ അർജുനാണെങ്കിൽ പിന്നെ ഫസ്റ്റ് റണ്ണറപ്പായി. അപ്പം അതിന് മുമ്പ് എന്താ പറ്റിയെന്ന് ഇവർ വന്ന് ഈ വോട്ട് അപ്പോൾ ആകാംക്ഷ ഇവർ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആളും സംസാരിച്ചതിന് ശേഷം അവർ ഈ ലാലേട്ടനുമായിട്ടൊക്കെ ആയിട്ട് പിന്നെ ഈ ഒരു 6 വർഷമായിട്ട് ഈ ഒരു ബിഗ് ബോസിൻ്റെ ഇതിൽ ഉള്ള അതിൻ്റെ താങ്ക്സ് ഒക്കെ പറഞ്ഞു. അവരുടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. പിന്നെ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വേൾഡിൽ മൊത്തമുള്ള ഒരു വലിയൊരു സംരംഭമാണല്ലോ. അപ്പോൾ അത് ഒരു കമ്പനി. അപ്പോൾ അവർ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോകുമ്പം ഈ ലാലേട്ടനെക്കുറിച്ച് മറ്റുള്ള കൺട്രീസിലൊക്കെ ഉള്ള ആൾക്കാർ ഇവരുമായിട്ട് സംസാരിക്കുന്നവർ ഈ ലാലേട്ടൻ ഈ സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് അത്രത്തോളം അറിയാം, അത്രത്തോളം അവർക്കൊക്കെ വലിയ ഇഷ്ടമാണെന്ന് ഇങ്ങനെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആൾ പറയുന്നുണ്ട്. അപ്പം അതിലൊക്കെ ഭയങ്കര അഭിമാനം ലാലേട്ടനും ഈ അവിടെ ഉള്ള അതിന് സാക്ഷ്യം വഹിച്ചവരും പിന്നെ നമ്മൾ മലയാളികളായ നമ്മൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നെ ഈ ജിൻഡോയ്ക്കും അർജുനും കിട്ടിയ വോട്ടിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വോട്ടിങ്ങനെ ഓരോ പോയിൻറ്റും ഇങ്ങനെ കയറിക്കൊണ്ട് 2 പേരും കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിങ്ങനെ കാണിച്ചുകൊണ്ട് ഒരു 29 വരെയുള്ളത് ഇങ്ങനെ ഒരേപോലെ വന്നിട്ട് അവിടെ സ്റ്റക്കായി നിന്നു. പക്ഷേ അതിൽ ഒരേപോലെയാണ്. ആർക്കും ഫസ്റ്റ് അത് ആർക്ക് കൂടുതലെന്ന് പറയാൻ കഴിയുന്നില്ല. ഇതിന് ശേഷമാണ് ഇനിയും ആരാ ഫസ്റ്റ് എന്നൊക്കെ അറിയാൻ പോകുന്നത്. ഇതുവരെ ഇവർ ഒരേ ഇതിലാണ് അവർക്ക് വോട്ടിൻ്റെ ആ ഒരു നിരക്ക് നമ്മൾ നോക്കുമ്പോൾ. പിന്നെ നോക്കുമ്പം പെട്ടെന്ന് ജിൻഡോയുടെ വോട്ടാണ്, ജിൻഡോയുടെ അതിലെ ആ വോട്ടുകളാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അത് അർജുൻ്റെ അവിടം വരെ ഉള്ളായിരുന്നു.
അതിനുശേഷം പിന്നെ ജിൻഡോയാണ് ഫസ്റ്റ് എന്നുള്ള. ഒപ്പം ലാലേട്ടൻ ജിൻഡോയെ പിടിച്ചിരുന്ന കൈ പൊക്കി. ഉടൻ തന്നെ അർജുന് വന്നിട്ട് ഈ ഫസ്റ്റ് റണ്ണറപ്പ് എന്നുള്ള ട്രോഫി കൊടുത്തു. ഒപ്പം മൈജിയുടെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, അതും കൊടുത്തു. പിന്നെ കാര്യങ്ങൾ എല്ലാവരെ പോലെ തന്നെ അർജുനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം അർജുൻ പോയി. പിന്നെ ജിൻഡോയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ ഈ കണ്ടസ്റ്റൻസ് എല്ലാം ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അവിടെ പിന്നെ അർജുനും അങ്ങോട്ട് പോയി ഇരുന്നു. പിന്നെ ജിൻഡോയ്ക്ക് പിന്നെ ഈ ട്രോഫി കൊടുക്കുന്നതും ജിൻഡോ ഭയങ്കര, അപ്പോഴത്തേനും ജിൻഡോ ഈ ഫസ്റ്റ് എന്ന് കാണിച്ചപ്പോൾ തന്നെ ജിൻഡോ ഭയങ്കരമായിട്ട് മേലോട്ട് നോക്കി ഇങ്ങനെ പ്രേ ചെയ്തു. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട്, എല്ലാം ഈ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണല്ലോ. എൻ്റെ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന അവർ രണ്ടുപേർക്കും ദൈവത്തിന്മേലെ ഭയങ്കര വിശ്വാസമൊക്കെ ഉള്ളവരാണെന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഭയങ്കര ദൈവവിശ്വാസികളാണെന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ ജിൻഡോ എപ്പം നല്ല പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്, ഈ അർജുൻ്റെ മുഖത്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ ചിരി ഉണ്ടായിരുന്നു. ജിൻഡോയുടെ മുഖത്ത് ചിരിയൊന്നും ആ ലാസ്റ്റ് മൊമെൻറ്റിലൊന്നും ജിൻഡോയ്ക്കില്ലായിരുന്നു. ഈ പ്രൈസ് കിട്ടിയെന്ന് പറയുമ്പോൾ ചിരി എന്ന് പറയുന്നത് ചിരിയെക്കാട്ടിൽ എന്തോ ഒരു വലിയൊരു എന്തോ ഒരു അത്ഭുതം പോലെ അത് സാധിച്ച മാതിരി. അല്ലാതെ ജിൻഡോ അതിൽ ഒരുപാട് ചിരിയോ അങ്ങനെ ഒരു ആഹ്ലാദം ആ സമയം ഞാൻ അവിടെ കണ്ടില്ല. പിന്നെ ദൈവത്തിന് താങ്ക്സും മറ്റുള്ളവർക്കെല്ലാം വോട്ട് ചെയ്തവർക്കും ഒക്കെയാണ് ജിൻഡോ താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ജിൻഡോയ്ക്ക് വന്നിട്ട് ഈ പ്രാവശ്യത്തെ സീസൺ 6 ട്രോഫി ജിൻഡോ കരസ്ഥമാക്കി. ഇപ്പോൾ ഇതിലാണെങ്കിൽ ജിൻഡോ ഇപ്പോൾ ഫസ്റ്റ് മേടിച്ചു, ഫസ്റ്റ് റണ്ണറപ്പ് അർജുന കിട്ടി. എന്നാൽ തന്നെ ഈ ബാക്കിയുള്ളവരൊന്നും മോശക്കാരല്ല. ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഈ ഫസ്റ്റും ഒക്കെ വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഞാനതിനെ കാണുന്നത്. ഇപ്പം ഇവരിവിടെ ജയിച്ചത് കൊണ്ട് അവരങ്ങ് മിടുക്കരോ അല്ലെങ്കിൽ അവർ വലിയ ആൾക്കാരോ അങ്ങനെ അതിനെ ഞാൻ അങ്ങനെ കാണുന്നില്ല. ഈ മറ്റുള്ള ഈ ബാക്കിയുള്ളവരും ഉണ്ടല്ലോ, ഈ കണ്ടസ്റ്റൻസ് അവിടെ പങ്കെടുത്ത അവരുള്ളത് കൊണ്ടാണ് ഇവർ ഫസ്റ്റ് മേടിക്കാൻ കാരണക്കാരെന്ന് വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാര്യം എവിടെയും ഫസ്റ്റ് വാങ്ങിക്കുന്നവരെ ഒരുപാട് നമ്മൾ വന്നിട്ട് അവരെ പൊക്കിക്കൊണ്ട് നടക്കുക, അവരെ ഇത് ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കണം അതിൽ എല്ലാവരും ഇതെന്നല്ല, ബിഗ് ബോസ് എന്നല്ല, ഏതൊരു മത്സരമായാലും ഓരോരുത്തരും ഫസ്റ്റും സെക്കൻഡും ഒക്കെ മേടിക്കുമ്പോൾ അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുമ്പോഴും ഈ പങ്കെടുക്കുന്ന മറ്റു പലരും ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഫസ്റ്റ് ആയത്. അല്ലാന്നുണ്ടെങ്കിൽ എവിടെ ഇവരെയൊക്കെ ഫസ്റ്റ് ആകാൻ കഴിയും? അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ കൊണ്ടാണ് ഈ ഫസ്റ്റ് സെക്കൻഡും ഒക്കെ ആകാൻ കഴിഞ്ഞെന്നൊരു ഇത് ഈ വാങ്ങിക്കുന്നവർക്കും ഉണ്ടായാൽ നല്ലതായിരിക്കും. ഒപ്പം നമ്മൾ വന്നിട്ട് ഇവരും ഈ ഫസ്റ്റ് സെക്കൻഡും ഒന്നും കിട്ടാതെ പങ്കെടുത്തവരും മോശക്കാരൊന്നുമല്ല. അവർ ചില നിമിഷം ആ ഒരു ചെറിയ ആ ഒരു മൊമെൻറ്റിലൊക്കെ ഉണ്ടായ എന്തെങ്കിലും ഒരു ഇതുകൊണ്ടൊക്കെയാണ് അങ്ങനെയൊക്കെ വിജയികളാകാൻ കഴിയാതിരുന്നത്. എന്നാലും അവരൊക്കെ തോറ്റവരൊന്നും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെന്നല്ല ഏതൊരു കാര്യമായാലും. അപ്പോൾ അതുകൊണ്ട് ഇവരിൽ ഓരോരുത്തരും ഇപ്പം എനിക്കാണെങ്കിൽ അതിൽ തന്നെ ഈ ലേഡീസിൽ വന്ന ജാസ്മിനാണ് ലാസ്റ്റ് വരെ നിന്നത്. അതിൻ്റെ തൊട്ട് മുമ്പേ വന്നിട്ട് ശ്രീതു ഒക്കെ ഉണ്ടായിരുന്നു, അൻസിബ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല കഴിവും സാമർഥ്യങ്ങളുമൊക്കെ ഉള്ളവർ തന്നെയാണ്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ജിൻഡോ ഏതൊക്കെയോ ഓരോ ഇതുകൊണ്ടോ അല്ലെ ദൈവത്തിൻ്റെ ഇതുകൊണ്ടോ അല്ലെ ജിൻഡോയുടെ കഴിവ് ഇല്ലെന്നൊന്നുമല്ല, ജിൻഡോ വളരെ വന്ന് പരിശ്രമിച്ചാണ് ഇതിനകത്ത് മെയിനായിട്ട്. ഇപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ജിൻഡോ ഒരുപാട് ഇത്രയും പേരെടുക്കലും വന്നിട്ട് ഒറ്റപ്പെട്ട് നിന്ന് ഇപ്പം അവിടെ ഈ കോംബോ 2ഉം 3ഉം പേര് കൂടിയൊക്കെ നടത്തിയിരുന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിലൊക്കെ വന്നിട്ട് ഈ കോംബോ ഇല്ലായിരുന്നെങ്കിൽ വന്നിട്ട് ഇവരൊക്കെ ഈ ടോപ്പ് 5 വന്നവരെക്കാട്ടിലും ഇവരൊക്കെ വരാൻ ചാൻസ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കോംബോ ചെയ്തുകൊണ്ടിരുന്നു ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു 3-4 പേര് വന്ന് കോംബോ ചെയ്ത് അവരെ മൊത്തം പേരും ഓരോരോ എപ്പിസോഡിൽ എവിക്റ്റായി പോയി. അതെല്ലാം വന്ന് ആ കോംബോയുടെ ഫലമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഇത് വന്ന സമയം തന്നെ വന്ന് ഈ ജാസ്മിൻ ഈ കോംബോ പിടിച്ചതാണ്
ജാസ്മിന് പറ്റിയ ഒരു ഈ ഫൈനലിൽ എത്താതിരിക്കാനൊരു കാരണം കോംബോയാണെന്ന് എനിക്ക് തോന്നുന്നു. അതേസമയം ജാസ്മിൻ ഒറ്റയ്ക്ക് വന്നിട്ട് അവിടെ ജാസ്മിൻ ഉണ്ടായിരുന്ന കഴിവുകളൊക്കെ വെച്ചിട്ട് ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ലാസ്റ്റ് വരേക്കും നമ്മൾക്ക് ജാസ്മിനെ കാണാം. ഈ ടോപ്പ് 5 വന്നു ജാസ്മിൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. എനിക്ക് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ മുന്നോട്ട് വരാൻ പറ്റുമായിരുന്നു ജാസ്മിൻ എന്ന് തന്നെയാണ് തോന്നുന്നത്. പേഴ്സണൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാനിവിടെ ഓർക്കുന്നില്ല. ജാസ്മിനെ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാതുകൊണ്ട് ഈ ഇഷ്ടക്കേടൊന്നും ഞാനിവിടെ കാണുന്നില്ല. അതല്ലാതെ വന്നിട്ടുള്ള കഴിവുകളുടെ കാര്യം വെച്ച് നോക്കുക, ഈ കോംബോ പിടിച്ചില്ലായിരുന്നെങ്കിൽ ജാസ്മിൻ ചിലപ്പോൾ ആ ഒരു എവിക്റ്റ് ആയതിനും പിന്നെയും ജാസ്മിൻ അവിടെ നിൽക്കാമായിരുന്നു. അതുകൊണ്ട് ജാസ്മിന് ഫസ്റ്റ് കിട്ടും എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, കിട്ടാനും ചാൻസ് ഉണ്ടായിരുന്നു ഈ കോംബോ പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. ജാസ്മിനെ അത്ര കുറച്ച് പുറകോട്ട് തള്ളിയതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ജാസ്മിൻ്റെ വിചാരം, ജാസ്മിൻ പറഞ്ഞതും അല്ലേ ഇതെല്ലാം വന്ന് ഈ അവിടെ ഒറ്റപ്പെട്ടു പോയി, വേറെ ആരും ഇല്ലായിരുന്നു. പക്ഷേ ആ ഒറ്റപ്പെട്ട് തന്നെ നിന്ന് ജാസ്മിൻ അവിടെ വന്നിട്ട് ജാസ്മിൻ്റെ ആ ഒരു ഇത് കാണിച്ചാൽ മതിയായിരുന്നു. അത് ഒരുപാട് പേർക്ക് അന്നേരം ജാസ്മിനെ ഇതിനെക്കാട്ടിലും കൂടുതൽ ജാസ്മിനെ ഇഷ്ടപ്പെട്ടേനെ വന്നത്. എപ്പോഴും ഇഷ്ടപ്പെടാത്തവരില്ല കേട്ടോ, ജാസ്മിനെ ഒരുപാട് പേർക്ക് ഇഷ്ടം. എന്തോ തന്നെ പറഞ്ഞാലും ഏതൊരു കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അതിനെ കാണുന്നുള്ളൂ. ഏതൊരു കാര്യവും എത്ര മോശമായിട്ടുള്ള ആൾക്കാർക്കായാലും നമ്മൾ വിചാരിക്കുന്നു അവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. പക്ഷേ അവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എത്ര നല്ല ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണേലും അവർക്കും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇനി അങ്ങനെ കണ്ടേച്ചാൽ മതി. അപ്പം ഇപ്പോൾ ജിൻഡോയാണെങ്കിൽ കോംബോ ഒന്നും പിടിച്ചില്ല, തന്നെ ഒറ്റയ്ക്ക് പൊരുതി, അതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ജിൻഡോ വിജയിച്ചു. ജിൻഡോയുടെ ആത്മസമർപ്പണം, ജിൻഡോയ്ക്ക് ഒരുപാട് ദൈവവിശ്വാസം ഉള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. ജിൻഡോയെക്കാട്ടിലും കഷ്ടപ്പെടുന്നവരും ജിൻഡോയെക്കാട്ടിൽ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ട്. എത്ര പേര് ആ കൂട്ടത്തിലും ഉണ്ടായിരുന്നു, അല്ലാതെ തന്നെ വെളിയിലും എത്ര പേര്, ഇനി ബിഗ് ബോസിൽ വരാനിരിക്കുന്ന എത്ര പേര്. പക്ഷെ ജിൻഡോയാണെങ്കിൽ ജിൻഡോയുടെ ഈ പ്രശ്നങ്ങളൊക്കെ പറയല്ലോ. പക്ഷേ എൻ്റെ മനസ്സിലെന്താണ് ഇത്രയുമൊക്കെ പ്രശ്നം പറയാൻ ജിൻഡോയ്ക്ക് ഈ ജിൻഡോ ചെയ്യുന്ന ആ ഒരു ജിമ്മൊക്കെയാണല്ലോ ജിൻഡോ ഇതുകൊണ്ട് ഈ ജിമ്മിൻ്റെ തന്നെ ഒരുപാട് ശൃംഖലകളെ ഉണ്ട്. ഒരു 8 ഉണ്ടെന്നാണ് ഞാനറിഞ്ഞത് ജിം. അപ്പോൾ ജിൻഡോയ്ക്ക് വന്നിട്ട് ഫിനാൻഷ്യലി വന്നിട്ട് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 5-8 ജിമ്മൊക്കെ വെച്ച് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അങ്ങനെ ഒരു ഫിനാൻസ് പ്രശ്നം ജിൻഡോയ്ക്കുണ്ടോ? അതാണ് എൻ്റെ ഒരു സംശയം. പിന്നെ എനിക്ക് തോന്നുന്നു ായി കാണിക്കണമെന്നുള്ള ആ ഒരു ഇതാണോ എന്ന് തോന്നുന്നു ജിൻഡോ ഇതൊക്കെ ഇങ്ങനെ അവിടെ ആ പരാധീനതകളൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അല്ലാതെ പൈസ ഇന്ന് ജിൻഡോയ്ക്ക് എനിക്ക് തോന്നുന്നില്ല അതൊരു പ്രശ്നമായിട്ടുണ്ടെന്നൊന്നും ഫസ്റ്റ് ആവണമെന്നുള്ളൊരിതാന്ന് തോന്നുന്നു. പിന്നെ ജിൻഡോയാണെങ്കിൽ ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നോക്കുമ്പോൾ ഒത്തിരി സെലിബ്രിറ്റീസിൻ്റെ കൂടെയൊക്കെ നിന്ന് പിന്നെ ഇൻ്റർവ്യൂ ആയാലും ശരി, ഒരു ഫങ്ഷനുകളായാലും ശരി, സിനിമാ ഫീൽഡിലായാലും മറ്റുള്ള തലങ്ങളിലായാലും ഒക്കെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ കൂടെയൊക്കെ ജിൻഡോ നിൽക്കുന്നതും അവരുടെ കൂടെയുള്ള പരിചയം, അവരുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ജിൻഡോ ഇങ്ങനെയുള്ള ഇതൊക്കെ പറയുമല്ലോ, പരിഭവം, പരാതി. അപ്പം ഞാൻ ഓർത്തു എന്താണ് ജിൻഡോയെ ഇങ്ങനെയല്ല വിചാരിച്ചു. പക്ഷെ പിന്നീട് മനസ്സിലായത് ജിൻഡോയ്ക്ക് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി ആൾക്കാരുമായിട്ടുള്ള നല്ല സ്വാധീനവും നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. ശരി, അപ്പോൾ അതുപോലെ ജിൻഡോയുടെ കാട്ടിലും ബുദ്ധിമുട്ടുന്നവരും എല്ലാം ഇനി വെളിയിലുണ്ട്. ഇനി അടുത്ത സീസണുകളിലൊക്കെ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള നല്ല ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടി അവരുമൊക്കെ വന്നിട്ട് കുറച്ച് അറിയപ്പെടുന്ന അല്ലെങ്കിൽ മുന്നോട്ടൊക്കെ വരട്ടെ, അവരുടെയൊക്കെ ജീവിതം കുറച്ചൊക്കെ പ്രകാശം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ബിഗ് ബോസിൻ്റെ ഈ വീഡിയോസൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നല്ല ബിഗ് ബോസ് തുടങ്ങിയപ്പം തൊട്ടപ്പം ഇതോടെ ഫൈനൽ ഇതായി. ബിഗ് ബോസിൻ്റെ ഈ പ്രാവശ്യം സീസൺ 6 ലാസ്റ്റിലത്തെ വീഡിയോ ആണ്. ഇതൊന്നും എനിക്ക് കറക്റ്റ് ടൈമിൽ ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഈ വീഡിയോ കൂടെ, ഈ ഫൈനൽ വീഡിയോ കൂടെ ഞാനിപ്പം ഫൈനൽ ഡേയുടെ അടുപ്പിച്ചൊക്കെ തന്നെ എടുത്തേക്കുന്നത്. പക്ഷേ ഇതിനി അപ്പോൾ ഇടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം
എന്തായാലും ഒരുപാട് ലേറ്റൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്ക് അതിനകത്തൊരു ശകലം എനിക്ക് തന്നെ ഒരു ഇതുണ്ട്, ഒരു കോംപ്ലക്സ് ഇടണമെന്നുള്ളൊരു ഇഷ്ടം കൊണ്ട് ഇടുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്ന് മാത്രം പറയുന്നു.